ടു സാൻവി PSC ടിപ്സ്. 2023 ഖാദി LDയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ വോളാർ തടാകം, ബി ദാൽ തടാകം, സി ലോക്തക് തടാകം, ഡി സംഫാർ തടാകം. ആൻസർ സംഫാർ തടാകം. ഇനി നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമാണ് രാജസ്ഥാനിലെ സംഫാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പുവെള്ള തടാകവുമാണിത്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വോളാർ തടാകം. ഇത് കാശ്മീർ താഴ്വരയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ HN ഖുസ്രു, K പണിക്കർ, VP മേനോൻ, ജസ്റ്റിസ് ഫസൽ അലി. ആൻസർ ജസ്റ്റിസ് ഫസൽ അലി. 1953 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനരേകീകരിക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനായി നിയമിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. കമ്മീഷന്റെ തലവൻ ഫസൽ അലി ആയിരുന്നു. സർദാർ KM പണിക്കർ, HN ഖുസ്രു എന്നിവരായിരുന്നു ഈ സമിതിയിലെ മറ്റു അംഗങ്ങൾ. ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാൻ തീരുമാനിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യസമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം? ആൻസർ മീററ്റ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം നടന്ന വർഷം 1857 മെയ് 10. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. ശിപായികളാണ് കലാപത്തിന് തുടക്കം കുറിച്ചത്. കർഷകർ, രാജാക്കന്മാർ, വിവിധ തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേര് ശിപായി ലഹള. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏത്? ആൻസർ ഓണം. ഓണം വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ്. മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലാണ് വരുന്നത്. മഹാബലിയുടെ ഭരണത്തിൻ്റെ ഓർമ്മയ്ക്ക് കൂടിയാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് എന്ന് കരുതിപ്പോകുന്നു. സംഘകാല കൃതികളെ വ്യക്തമായി അപഗ്രഥിച്ചതിൽ നിന്ന് ഓണത്തെപ്പറ്റിയുള്ള പ്രാചീന പരാമർശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ദ്രവിഴ എന്നാണ് ഓണത്തിന് അന്ന് പറഞ്ഞിരുന്നത്. വടക്കുകിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കാലവർഷം, ബി ഇടവപ്പാതി, തുലാവർഷം, ശൈലവൃഷ്ടി. ആൻസർ ശൈലവൃഷ്ടി. വടക്കുകിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം കേരളത്തിൽ ആരംഭിക്കുന്ന മാസം ജൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവ്? കുമാരനാശാൻ, അംശി നാരായണപിള്ള, ഡോക്ടർ പൽപ്പു വള്ളത്തോൾ. ആൻസർ അംശി നാരായണപിള്ള. വരിക വരിക സഹചരെ എന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് കേരള ജനത ആവേശപൂർവ്വം പാടി നടന്ന ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയാണ്. കോഴിക്കോട് വടകരയിൽ നിന്നും പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന ജാഥയ്ക്ക് വേണ്ടിയാണ് അംശി നാരായണപിള്ള ഈ ഗാനം രചിച്ചത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കോട്ടയം, വയനാട്, കൊല്ലം, ആലപ്പുഴ. ആൻസർ ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. 2006 പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ചെങ്കിലും 2023 കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി ഇടുക്കി മാറി. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? ആൻസർ ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കമ്മീഷൻസ് നമുക്ക് നോക്കാം. കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു. അത് 1964. മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണം 1979. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ 1983. ധാക്കർ കമ്മീഷൻ ഇന്ദിരാഗാന്ധി വധം 1984. നരസിംഹ കമ്മീഷൻ ബാങ്കിംഗ് പരിഷ്കരണം 1991. ലിബറാൻ കമ്മീഷൻ ബാബറി മസ്ജിദ് തകർത്ത സംഭവം 1992. മൽഹോത്ര കമ്മീഷൻ ഇൻഷുറൻസ് സ്വകാര്യവൽക്കരണം 1993. ശ്രീകൃഷ്ണ മിഷൻ മുംബൈ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഓപ്ഷൻ എ ലാഹോർ, ഓപ്ഷൻ ബി നാഗ്പൂർ, ഓപ്ഷൻ സി ബോംബെ, ഓപ്ഷൻ ഡി ബീഹാർ. ആൻസർ ലാഹോർ. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ AO ഹ്യൂം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലി.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം 1942 ഓഗസ്റ്റ് മാസം ആരംഭിച്ച നിയമലംഘന സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോട് സഹകരിച്ച് മന്നത്ത് പത്മനാഭൻ കോട്ടയം മുതൽ തിരുവനന്തപുരം 1924 നടത്തിയ യാത്രയാണ് സവർണജാഥ. ജീവശിഖാ ജാഥ, വിമോചന സമരം എന്നിവ നയിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. 1914 ഒക്ടോബർ 31 അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചു. ഭാരതകേസരി എന്ന പദവി നൽകി അദ്ദേഹത്തെ രാഷ്ട്രപതി ആദരിച്ചു. 1970 ഫെബ്രുവരി 25 അദ്ദേഹം അന്തരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ആൻസർ ഗൗരി പാർവതി ഫായ്. റാണി ഗൗരി പാർവതി ഫായ് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻ്റായ ഭരണാധികാരി. താഴ്ന്ന വിഭാഗക്കാരെ സ്വർണം, വെള്ളി ആഭരണങ്ങൾ അണിയുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി. 1817 സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കി. കേരളത്തിലെ ദേശീയപാത നാഷണൽ വാട്ടർവേ 2. റിലേറ്റഡ് ഫാക്ട്സ്. ദേശീയ ജലപാത 3 കൊല്ലം കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാത 365 കിലോമീറ്റർ. ദേശീയ ജലപാത 8 ആലപ്പുഴ ചങ്ങനാശ്ശേരി. ദേശീയ ജലപാത 9 ആലപ്പുഴ കോട്ടയം. ദേശീയ ജലപാത 59 കോട്ടയം വൈക്കം. ദേശീയ ജലപാത 13 പൂവാർ ഇരയിമൻതുറൈ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ആൻസർ വയനാട്. റിലേറ്റഡ് ഫാക്ട്സ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലാത്ത ജില്ല ഇടുക്കി, വയനാട്. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ പാത എറണാകുളം, ഷൊർണൂർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ.